ഇടതുപക്ഷത്തെയും വയനാടിനെയും വഞ്ചിച്ചോ രാഹുൽ എന്നതായിരുന്നു ചോദ്യം. ഇടതുപക്ഷത്തെയോ വയനാടിനെയോ രാഹുൽ ഗാന്ധി വഞ്ചിച്ചിട്ടില്ല എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട്. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ആ അർത്ഥത്തിൽ ഇടതുപക്ഷത്തെ വഞ്ചിച്ചുകൊണ്ടല്ല. എന്തുകൊണ്ടെന്നാൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം 3 ലക്ഷ്യങ്ങളോട് കൂടിയുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, പ്രിയങ്ക ഗാന്ധി എന്ന 20 വർഷമായി സജീവ രാഷ്ട്രീയത്തിൽ, പാർലമെൻ്ററി രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് കിഴക്കൻ ഉത്തർപ്രദേശിലേതടക്കമുള്ള ക്യാമ്പയിനുകൾ നയിച്ചും കൂടുതൽ പ്രചരണങ്ങൾ നയിച്ചും ഇന്ത്യയുടെ ഗ്രാമങ്ങളെ കൂടി തൊട്ടെറിഞ്ഞ വളരെ പ്രാക്ടീസിംഗ് ആയൊരു രാഷ്ട്രീയ നേതാവിനെ ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് അരങ്ങേറ്റം നടത്തുക എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ NDA 300 സീറ്റുകൾ നേടിയിരുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമായിരുന്നില്ല. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഈ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുമായിരുന്നില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയെ തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരിക. അതെന്തുകൊണ്ടാണ് അമേഠിയിൽ നിർത്താത്തത്? തീർച്ചയായും അമേഠിയിൽ നിർത്തിയാൽ കുടുംബവാഴ്ച എന്ന BJPയുടെ ആരോപണത്തിന് ഒരു ആയുധം കൂടി കയ്യിൽ വെച്ച് കൊടുക്കുകയായിരിക്കും. മാത്രവുമല്ല, അവിടെ എതിരിടാനുള്ളത് സ്മൃതി ഇറാനിയാണ്. സ്വാഭാവികമായും അവിടെ ശർമ്മയെ നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിനാണ് BJP ശ്രമിച്ചതും കോൺഗ്രസ് ശ്രമിച്ചതും BJP ആ പ്രതിരോധത്തിൽ വീണുപോയതും. അതേസമയം നരേന്ദ്രമോദി പരിവാർ എന്നുള്ള രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, പ്രിയങ്ക ഗാന്ധിയിൽ ഇനിയും കോൺഗ്രസ് തേടാത്ത, ഇനിയും കോൺഗ്രസ് മനസ്സിലാക്കാത്ത ഒരുപാട് നേതൃപാടവ ശേഷിയുണ്ട്. ഒരു മികച്ച നയതന്ത്ര പ്രതിനിധി എന്ന നിലയിൽ എങ്ങനെ ആഭ്യന്തര രാഷ്ട്രീയത്തിനുള്ളിൽ ഹിമാചൽ പ്രദേശിലെ സുഖവീന്ദർ സിംഗ് സുഖുവും വീരഭദ്ര സിംഗുമായിട്ടുള്ള ബന്ധം, അവർ ഉലയുന്ന ഘട്ടത്തിൽ അവിടെ നയതന്ത്ര ചാരുതയോടുകൂടി ഇടപെടുന്നത് ഇതേ ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിൽ ഉള്ള പിണക്കത്തിൽ ഇടപെടുന്നത് ഇതേ പ്രിയങ്ക ഗാന്ധി പാർട്ടിയിൽ നിലനിർത്തുന്നതിൽ സുപ്രധാനമായ പങ്കാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിലെ നയതന്ത്ര ചാതുരിയുള്ള അപൂർവം നേതാക്കളിൽ ഒരാളാണ് പ്രിയങ്ക ഗാന്ധി എന്നുള്ളത് നമ്പർ 1. നമ്പർ 2, ഇന്ദിരാഗാന്ധിയുമായി കേവലം ശാരീരികമായിട്ടുള്ള ഒരു സാമ്യം മാത്രമല്ലല്ലോ പ്രിയങ്ക ഗാന്ധിക്കുള്ളത്. ഇന്ദിരാഗാന്ധി 1952 മത്സരിക്കണം എന്ന് അന്ന് നെഹ്റുവിനോട് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അന്ന് തൻ്റെ മക്കളെ നോക്കി സഞ്ജയും രാജീവ് ഗാന്ധിയും വളരെ നന്നേ കുട്ടികളായിരിക്കുന്ന ഘട്ടത്തിൽ അവരെ നോക്കി കുടുംബത്തിലേക്ക് ഒഴുകിക്കഴിയുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി. 15 വർഷമെടുത്തു ഇന്ദിരാഗാന്ധി പിന്നീട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ, പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 1967 15 വർഷം. നോക്കൂ, ഇവിടെ പ്രിയങ്ക ഗാന്ധി എടുക്കുന്നത് എത്ര വർഷമാണ്? 20 വർഷം. 2004 സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജറായി അമേഠിയിലെത്തി, തുടർന്ന് റായ്ബറേലിയിലും തുടർച്ചയായി 2 മണ്ഡലങ്ങളിലും സാന്നിധ്യം അറിയിച്ചയാളാണ് പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ കൊണ്ടുവന്ന വളരെ 2011 സോണിയാഗാന്ധി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്ന ഘട്ടത്തിൽ അവിടെ ജനതാ ദർബാറുകൾ എന്ന് പറയുന്ന വളരെ ഇന്നൊവേറ്റീവായ, രാഷ്ട്രീയത്തിൽ നൂതനമായ, പ്രത്യേകിച്ച് റായ്ബറേലിയിലേക്ക് അപരിചിതമായിരിക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. ജനങ്ങളെ കേട്ടു, അവിടേക്ക് ഇറങ്ങിച്ചെന്നു. അതുകൊണ്ടാണ് 2019 മഹാപ്രളയത്തിൽ അമേഠി അടക്കം ഒലിച്ചു പോകുമ്പോഴും റായ്ബറേലി പിടിച്ചു നിർത്താൻ പ്രിയങ്ക ഗാന്ധിയെ സഹായിച്ചത് ജനതാ ദർബാർ പോലെയുള്ള വളരെ സവിശേഷമായ ഇടപെടലുകളാണ്. നമ്പർ 2. നമ്പർ 3, ഈ പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് വളരെ ഇമോഷണലായി 2 രംഗങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നു. അതിലൊന്ന്, റഷീദ് കിദ്വ എഴുതിയ 24 അക്ബർ റോഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന വളരെ രസകരമായ ഒരു സന്ദർഭമുണ്ട്. എന്താണ്? സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശ്രീപെരുമ്പത്തൂരിൽ വരുന്നു. എപ്പോൾ? 1998 ജനുവരി മാസം 11-ാം തീയതി. അന്ന് ശ്രീപെരുമ്പത്തൂരിൽ നിന്നാണ് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം ആരംഭിക്കുന്നത്, സൗത്തിൽ നിന്ന്. എങ്ങനെയാണോ പ്രിയങ്ക സൗത്തിൽ നിന്ന് തുടങ്ങുന്നത്, അതുപോലെയാണ് സോണിയാഗാന്ധിയുടെയും രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത്. ശ്രീപെരുമ്പത്തൂരിൽ അച്ഛൻ്റെ മൃതശരീരം കിടന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് നിന്ന് സോണിയാഗാന്ധി ഒരു ഡാർക്ക് ഗ്രീൻ, ഒരു കറുത്ത പച്ച നിറത്തിലുള്ളൊരു സാരി അണിഞ്ഞു നിൽക്കുന്നു. ഇവരൊരു ചുവപ്പ് സാരി അണിഞ്ഞു നിൽക്കുന്നു. നല്ല വൈകുന്നേരം. ആ സായാഹ്നത്തിൽ ഈ വലിയ പ്രചരണം, ആൾക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ്, കൈയും പിടിച്ച് നിൽക്കുകയാണ് സോണിയാഗാന്ധിയുടെ ഒപ്പം. എന്നിട്ട് ആ കൈ വിട്ടിട്ട് ഈ പ്രിയങ്ക ഗാന്ധി പറയുന്ന ഒരൊറ്റ വാചകമാണ്. ആ ഒറ്റ വാചകത്തിലാണ് യഥാർത്ഥത്തിൽ തമിഴിലെ മുഴുവൻ ജനതയും വിട്ടുപോയത്. എന്താണ്? നിങ്ങൾ കോൺഗ്രസിക്ക് വോട്ട് ചെയ്യുങ്ങൾ എന്നാണ് പറയുന്നത്. ഒറ്റ വാചകമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒറ്റ വാചകത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് മുഴുവൻ ആളുകളും കൈയിടിച്ച് ആർപ്പ് വിളിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് എല്ലാവരും കോൺഗ്രസിക്ക് വോട്ട് പോടുങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒറ്റ സെൻറ്റൻസാണ് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫ്രം സൗത്താണ്. അതും അച്ഛൻ്റെ ശവകുടീരത്തിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി നടത്തുന്നത്. അതിനുശേഷം
രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഞാൻ ഒരു എന്തുകൊണ്ടാണ് ഒരു ഇമാജിനേഷനുള്ളൊരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിലുണ്ടോ എന്ന് പലപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാകുമ്പോൾ പ്രിയങ്ക ഗാന്ധിയിൽ അത് കാണുന്നതിന് ഒരു സാഹചര്യം കൂടി പറയാം. 2019 ബർഖാദത്തിന് NDTV അമേഠിയിൽ വെച്ച് ഈ പ്രിയങ്ക ഗാന്ധി അന്ന് കിഴക്കൻ ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് ഖരഗ്പൂരിൻ്റെയും വാരണാസിയുടെയും ഒക്കെ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്ന ഘട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന രംഗമുണ്ട്. എന്താണ് ആ രംഗം? 2008 തൻ്റെ അച്ഛനെ വധിച്ച നളിനിയെ കാണാൻ വേണ്ടി വെല്ലൂർ ജയിലിൽ പോകുന്ന പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധിയും നളിനിയും തമ്മിലുള്ള സംഭാഷണം അതുവരെയും ആളുകൾക്കൊന്നും അത്ര സുപരിചിതമായിരുന്നില്ല. അവരെന്താണ് സംസാരിച്ചത്, അവർ തമ്മിൽ കരഞ്ഞു, സംസാരിച്ചു എന്നതിനും അപ്പുറം എന്ത് സംസാരിച്ചു എന്നൊന്നും ലോകത്തിനറിയുമായിരുന്നില്ല. അപ്പോൾ ബർഖാദത്ത് ചോദിക്കുന്നുണ്ട്, അന്ന് എങ്ങനെയാണ് താങ്കൾക്ക് 19 വയസ്സുള്ള ഒരു ടീനേജുകാരിയായ പെൺകുട്ടിയിൽ നിന്ന് അച്ഛനെ കൊലപ്പെടുത്തിയ ഒരു കൊലയാളിയോട് എങ്ങനെ നിങ്ങൾക്ക് പൊറുക്കാൻ സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. പ്രിയങ്ക ഗാന്ധി പറയുന്നത്, നിങ്ങൾ എപ്പോഴാണ് ഒരു ഇരയായി തീരുന്നത്, ഇരയല്ലാതായി തീരുന്നത്? സമാനമായ അവസ്ഥയിലൂടെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നയാൾ സാഹചര്യങ്ങളുടെ ഇരയാണെന്ന് തോന്നുന്ന നിമിഷം നിങ്ങളൊരു ഇരയല്ലാതായി മാറും എന്നുള്ളതാണ്. ഇതൊരു ആലോചിച്ചുറപ്പിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. ഇത് ഏതെങ്കിലും തരത്തിലൊരു PR-ൻ്റെ ഭാഗമായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റോ നേരത്തെ സ്ക്രിപ്റ്റഡായ ഒരു ഡയലോഗോ അല്ല. തീർച്ചയായും ശ്രീബുദ്ധൻ്റെ പാതയിൽ കുറേ കാലം സഞ്ചരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധി വളരെ ഫിലോസഫിക്കലായി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. കോൺഗ്രസിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഫിലോസഫിക്കലായി സംസാരിക്കുന്ന നേതാവിനെ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നത് ഒരർത്ഥത്തിൽ രാമചന്ദ്ര ഗുഹ നന്നായി സംസാരിക്കുമായിരുന്നു. അദ്ദേഹം നേരിട്ട് കോൺഗ്രസിലല്ലെങ്കിലും കോൺഗ്രസിൻ്റെ ബുദ്ധിജീവികളിൽ ഒരാളായിരുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയറാം രമേശ് അങ്ങനെ ഫിലോസഫിക്കലായി സംസാരിക്കാൻ ശേഷിയുള്ളൊരു നേതാവാണ്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് നെഹ്റുവിൻ്റെ ലെഗസിയിൽ, നെഹ്റുവിൻ്റെ പാരമ്പര്യത്തിൽ ഫിലോസഫിക്കലായി രാഷ്ട്രീയത്തെ കാണാൻ കഴിയുന്ന ദാർശനികമായൊരു മുഖം കൂടി പ്രിയങ്ക ഗാന്ധിക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് അതിനുള്ളൊരു തെളിവായി ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ആ പ്രിയങ്ക ഗാന്ധിയെ തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും ഒപ്പം പാർലമെന്റിൽ രാഹുൽ പ്രിയങ്ക ഇരട്ട ബാരൽ സാന്നിധ്യവും ഉറപ്പിക്കുക എന്നതാണ് മറ്റൊരു ദേശീയ ലക്ഷ്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഹിന്ദി ഹൃദയഭൂമിയിൽ നോക്കൂ, ഉത്തർപ്രദേശിൽ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 403 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 2 സീറ്റുകളിലാണ് വിജയിച്ചത്. 2.33% ആയിരുന്നു കോൺഗ്രസിൻ്റെ കഴിഞ്ഞ യോഗി ആദിത്യനാഥിനോട് എതിരിട്ട വർഷത്തെ തിരഞ്ഞെടുപ്പിലെ വിജയമെന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ ലോക്സഭയിലേക്ക് നോക്കൂ, ലോക്സഭയിൽ 9.66% 6 സീറ്റുകളുമായി കോൺഗ്രസ് നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ സമാജ്വാദി പാർട്ടി രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി എന്നുള്ള ഇരട്ട പ്രഹരം യോഗി ആദിത്യനാഥിന് വലിയ ചലഞ്ചായി മാറും 2027. അതിന് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? നോക്കൂ, ഇതൊരു കേരള പാക്കേജാണ്. നേരത്തെ MV നികേഷ് കുമാറിൻ്റെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഇമ്പാക്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഇവിടെ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുകയും അവിടെ ഒരു പ്രാദേശിക നേതാവാണ് മത്സരിക്കാൻ വരികയും ചെയ്തെങ്കിൽ ഇതേ CPM-ഉം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം രാഹുൽ ഇതാ വയനാടിനെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ആ തിരഞ്ഞെടുപ്പിൽ ഇത് എന്നുവരെ കേൾക്കും? ഇത് ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാനപ്പെട്ട വിഷയമാകും. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ പ്രചരണത്തിലെ ഒരു മുഖമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി കൂടിയായിരിക്കും. ആ പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഈ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആവേശം നിറയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കേരള പാക്കേജാണ്. ഇത് ചേലക്കരയുടെയും ഒപ്പം പാലക്കാടിൻ്റെയും ഉപതെരഞ്ഞെടുപ്പുകളോടൊപ്പം വയനാടിൻ്റെ ഉപതെരഞ്ഞെടുപ്പുകളോടൊപ്പം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെ യുക്തിപരമായി ഇത് ഭദ്രമായിട്ടുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്നത് തന്നെയാണ് എൻ്റെ പക്ഷം. ഈ 3 ലക്ഷ്യങ്ങളും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് നിറവേറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തെ വഞ്ചിച്ചു എന്ന നിലപാടല്ല. കാരണം പാർലമെന്ററി തിരഞ്ഞെടുപ്പുകൾ ഏതെങ്കിലും മണ്ഡലത്തിന് ആ മണ്ഡലത്തിൽ വിജയിച്ചു കയറുന്ന ജനപ്രതിനിധി കൊടുക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകളോ പാലങ്ങളോ റോഡുകളോ അല്ല എന്നുള്ളതാണ്. അതിനൊക്കെ മറ്റ് സംവിധാനങ്ങളുണ്ട്. സംസ്ഥാന നിയമസഭയിലുള്ള MLA-മാരുണ്ട്, പഞ്ചായത്തുകളിലുള്ളവരുണ്ട്, ജില്ലാ പഞ്ചായത്തുകളിലുള്ളവരുണ്ട്. അതുകൊണ്ട് ഒരു പാർലമെന്റ് അംഗത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് നോക്കൂ, ബൽറാംപൂരിൽ എത്ര തവണ സന്ദർശിച്ചിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയി? മധുരയിൽ അദ്ദേഹം തോറ്റു, കെട്ടിവെച്ച പണം കിട്ടിയില്ല. അദ്ദേഹം ലക്നൌവിൽ മത്സരിച്ചു, 2ാം സ്ഥാനത്തായി പോയി. 1957 3 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. പക്ഷേ അപ്പോഴും അടൽ ബിഹാരി വാജ്പേയി പ്രതിനിധാനം ചെയ്തത് പാർലമെന്റിൽ അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്നത് ബൽറാംപൂരിലെ മികച്ച MP ആയിട്ടല്ല. പകരം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത് ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച ഒരു കവിയും ചിന്തകനുമായ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മികച്ച രാഷ്ട്രീയ നേതാവ് ആയിട്ടാണ് സംഘപരിവാർ പോലും കാണുന്നത്, ഞാനടക്കമുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളും കാണുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ വഞ്ചിച്ചോ എന്ന ചോദ്യം വളരെ സങ്കുചിതമായൊരു ചോദ്യമാണ്. ഇടതുപക്ഷത്തെ വഞ്ചിക്കുകയല്ല ചെയ്തത്. വിശാലമായ
ഒരു രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കേണ്ടതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും മത്സരമുണ്ടാവും. അത് BJP അകറ്റി നിർത്താനുള്ള മത്സരമാണ്. അതൊരു സ്വാഭാവികമായ സൗഹൃദ മത്സരം എന്നതിനും അപ്പുറം ഞാനത് കാണുന്നതുമില്ല. ഇടതുപക്ഷത്തെ വഞ്ചിച്ചോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് എൻ്റെ മറുപടി. Meet the editors.